ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ ഒരു പഞ്ചസാരയും തേങ്ങയും ഇതിലിട്ടൊന്ന് കറക്കിയെടുക്കണം. നമുക്കിതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇത്രയും ചേർത്ത് ഒരു 1-2 തവണ ഒന്ന് കറക്കിയെടുക്കുക. പഞ്ചസാരയും തേങ്ങയും ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ തേങ്ങ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങയും പഞ്ചസാരയും ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ജീരകമാണ്, നല്ല ജീരകം. ഞാനിവിടെ 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഈ ഒരു ജീരകം തേങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗോതമ്പ് പൊടി തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തേങ്ങയും ഗോതമ്പ് പൊടിയും കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ തേങ്ങയും ഗോതമ്പ് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കുക. കാരണം നമ്മുടെ മാവ് ഒരുപാട് ലൂസാവാൻ പാടില്ല. നമുക്ക് എണ്ണയിലേക്ക് കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയിടാൻ പറ്റണം. ഈ രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് വെള്ളം ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. 1/4 കപ്പ് വെള്ളം ബാക്കിയുണ്ട്. അപ്പം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസാകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു തിളച്ച എണ്ണയിലേക്ക് നമുക്ക് കൈകൊണ്ട് ഇത് ഇട്ട് കൊടുക്കാം. തേങ്ങയും ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതേപോലെ പെട്ടെന്ന് കളർ മാറി വരികയും ചെയ്യില്ല. ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വന്നാലും മാത്രമേ ഇതിൻ്റെ കളർ നന്നായിട്ട് മാറി വരികയുള്ളൂ. അപ്പോൾ കുറച്ചധികം സമയം എടുത്ത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു സോഫ്റ്റ് ആയതുപോലെ ഉണ്ടാവും. പക്ഷെ പൊട്ടിപ്പോകുന്നില്ല. നമുക്ക് തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എല്ലാം വെന്ത് നന്നായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. തേങ്ങയില ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.